കോഴിക്കോട് വെള്ളയിൽ സ്വദേശി അസീമിന്റെ മരണത്തിൽ ദുരൂഹതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അസീമിന്റെ മരണകാരണം തലയിലെ ആന്തരിക രക്തസ്രാവമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അസീമിന് മറ്റ് ആന്തരിക പരിക്കുകൾ ഇല്ലെന്നും കണ്ടെത്തലുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന ബന്ധുക്കളുടെ പരാതിയെ തുടർന്നാണ് മൃതദേഹം വീണ്ടും പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയത്. കോണാട് തോണിച്ചാൽ സ്വദേശി 40-കാരനായ അസീം ഈ മാസം 7-ന് പുലർച്ചെയാണ് മരിച്ചത്. ശരീരത്തിൽ മുറിവേറ്റ പാടുകളും CT സ്കാനിൽ ആന്തരിക രക്തസ്രാവവും കണ്ടെത്തിയിരുന്നു. എന്നാൽ പോസ്റ്റ്മോർട്ടം നടത്താതെയാണ് സംസ്കരിച്ചത്. കുടുംബം ദുരൂഹത ആരോപിച്ചതോടെയാണ് മൃതദേഹം പുറത്തെടുക്കാൻ പോലീസ് തീരുമാനിച്ചത്. മരണകാരണം തലയിലെ ആന്തരിക രക്തസ്രാവമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ബാഹ്യമായ പരിക്കുകൾ കൊണ്ടല്ല രക്തസ്രാവമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതായത് ദുരൂഹത ഇല്ലെന്നാണ് പോലീസിന്റെ നിഗമനം. അസീമിന്റെ ഭാര്യ RDOക്ക് നൽകിയ പരാതിയെ തുടർന്ന് കോണാട്ട് തോപ്പിൽ ജുമാ മസ്ജിദിൽ കബറടക്കിയ മൃതദേഹം പുറത്തെടുത്താണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. ബന്ധുക്കളുടെയും റവന്യൂ ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് വെള്ളയിൽ പോലീസ് മൃതദേഹം പുറത്തെടുത്തത്. 6-ാം തീയതി ബന്ധുവിനൊപ്പം പോയ അസീം അവശനിലയിലാണ് വീട്ടിൽ തിരിച്ചെത്തിയത്. ചികിത്സയ്ക്കിടെ മെഡിക്കൽ കോളേജിൽ വെച്ച് മരിക്കുകയായിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.